ഒരിക്കലൊരു നാട്ടിൽ ഒരാളൊരു കട തുടങ്ങി. നല്ലൊരു പച്ചക്കറി കട. കടയുടെ മുകളിൽ അയാളൊരു ബോർഡ് വെച്ചു. ഇവിടെ നല്ല പച്ചക്കറികൾ വിൽക്കപ്പെടും. ഇതാണ് ആ ബോർഡിൽ അയാൾ എഴുതിയത്. ഒരു ദിവസം ഇയാളുടെ കടയിൽ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്താണോ ഈ ബോർഡിൽ കാണിച്ചു വച്ചിരിക്കുന്നത്? ഇവിടെ നല്ല പച്ചക്കറികൾ വിൽക്കപ്പെടും. ഇവിടെ അല്ലെങ്കിൽ പിന്നെ എവിടെ അപ്പുറത്താണോ വിൽക്കുന്നത്? ഇങ്ങനെയാണ് ഒരു ബോർഡ് വയ്ക്കുന്നത്. അതിൽ ഇവിടെ എന്ന വാക്കിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കസ്റ്റമർ പറഞ്ഞത് കേട്ട് കടക്കാരൻ ആ ബോർഡിന് മാറ്റം വരുത്തി. നല്ല പച്ചക്കറികൾ വിൽക്കപ്പെടുമെന്നാക്കി. അടുത്ത ദിവസം വേറൊരു കസ്റ്റമർ വന്നു. ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ബോർഡാണ് വച്ചിരിക്കുന്നത്? നല്ല പച്ചക്കറികൾ വിൽക്കപ്പെടും. വിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് വെറുതെ വെച്ചിരിക്കുന്നതാണോ? ദാനം ചെയ്യാൻ വച്ചിരിക്കുന്നതാണോ? ഇങ്ങനെയാണ് ബോർഡ് വയ്ക്കുന്നത്. അതിൽ വിൽക്കുന്നു എന്ന വാക്കിൻ്റെ ആവശ്യമില്ല. അതെടുത്ത് മാറ്റൂ. അങ്ങനെ രണ്ടാമത്തെ ആൾ പറഞ്ഞത് കേട്ട് അയാൾ ബോർഡ് വീണ്ടും മാറ്റി. നല്ല പച്ചക്കറികൾ എന്നാക്കി. മൂന്നാമത്തെ ദിവസം വേറൊരാൾ വന്നു. ഇയാൾക്കും ബോർഡിനെ കുറിച്ച് കംപ്ലൈൻ്റ് ആണ്. ഇയാൾ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ എന്താണോ കാണിച്ചു വച്ചിരിക്കുന്നത്? നല്ല പച്ചക്കറികൾ. നല്ലതല്ലെങ്കിൽ പിന്നെ ചീത്ത പച്ചക്കറികൾ ആരെങ്കിലും വിൽക്കുമോ? പച്ചക്കറികളെന്ന് മതി, നല്ലതൊന്നും എടുത്തെഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ കടക്കാരൻ വീണ്ടും കടയുടെ ബോർഡ് മാറ്റി പച്ചക്കറികൾ എന്നാക്കി. അടുത്ത ദിവസം വേറൊരാൾ വന്നു. അയാൾക്കും കംപ്ലൈൻ്റ് ആണ്. നിങ്ങൾ എന്താണോ കാണിച്ചു വച്ചിരിക്കുന്നത്? ദൂരെ നിൽക്കുന്നവർക്ക് പോലും കാണാം ഈ കടയിൽ വിൽക്കുന്ന പച്ചക്കറികളാണെന്ന്. നിങ്ങളുടെ മൊബൈൽ ഫോണൊന്നും വിൽക്കുന്നില്ലല്ലോ. പച്ചക്കറികൾ എന്ന് എഴുതി വെക്കേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെയാണ് ബോർഡ് വയ്ക്കുന്നത്. അതെടുത്ത് മാറ്റൂ. അങ്ങനെ ഈ കസ്റ്റമറിൻ്റെ വാക്കുകൾ കേട്ട് കടക്കാരൻ ബോർഡ് വീണ്ടും മാറ്റി. ഇപ്പോൾ ബോർഡ് ശൂന്യമാണ്. അവിടെ ഒന്നും എഴുതിയിട്ടില്ല. അടുത്ത ദിവസം ഒരു കസ്റ്റമർ വന്നു. അയാൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കടക്കാരനോട് പറഞ്ഞു, ഇവിടെ എത്ര നല്ല പച്ചക്കറികളാണ് വിൽക്കുന്നത്. നിങ്ങൾക്കതൊരു ബോർഡിൽ എഴുതി മുകളിൽ വെച്ചൂടെ? ഇതാണ് ആരെന്ത് പറഞ്ഞാലും ഉടനെ അനുസരിച്ചാണോ കുഴപ്പം. നമുക്ക് ഭ്രാന്തായി പോവും. ആരെന്ത് പറഞ്ഞാലും കേട്ടോളൂ, നന്നായി കേട്ടോളൂ. പക്ഷേ അനുസരിക്കണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കൂ. സ്വന്തം ബുദ്ധി ഉപയോഗിക്കൂ. അതിനാണ് ബുദ്ധി തന്നിരിക്കുന്നത്, ആലോചിക്കാൻ, തീരുമാനമെടുക്കാൻ. നോക്കൂ, മനുഷ്യർ രണ്ട് രീതിയിലാണ് ജീവിക്കുന്നത്. നിർഭാഗ്യവശാൽ മനുഷ്യർ രണ്ട് രീതിയിലാണ് ജീവിക്കുക. ഒന്നെങ്കിൽ അവൻ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കും, അല്ലെങ്കിൽ അവൻ ആരെന്ത് പറഞ്ഞാലും അനുസരിക്കില്ല. ഇത് രണ്ടും കുഴപ്പമാണ്. ആര് പറഞ്ഞാലും അനുസരിക്കുന്ന ആൾക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. അയാൾക്ക് ഭ്രാന്താവും. എന്നാൽ ചിലപ്പോഴൊക്കെ ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കാനല്ല സംസാരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആൾക്കാർ നമ്മളെ സഹായിക്കാനാണ് സംസാരിക്കുന്നത്. ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മളെക്കാൾ അറിവും അനുഭവമുള്ള ആൾക്കാരെ കാണാറുണ്ട്. അവർ നമ്മളോട് സംസാരിക്കുന്നത് സ്നേഹത്തോടെയാണ്. നമ്മൾ വളരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവർ പറയുന്നതും നമ്മൾ കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതി എന്തെന്നാൽ ആരെന്ത് പറഞ്ഞാലും കേട്ടോളൂ. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കേട്ടോളൂ. പക്ഷേ അതനുസരിക്കണോ വേണ്ടയോ എന്നത് സ്വയം തീരുമാനിക്കൂ. പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക, പൂർണ്ണ ബോധത്തോടെ കേൾക്കുക. എന്നിട്ട് ആലോചിക്കുക, സ്വന്തം ബുദ്ധി ഉപയോഗിക്കുക. എന്നിട്ടൊരു തീരുമാനമെടുക്കുക. പറയുന്നത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യുക. പറയുന്നത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക. ആര് പറഞ്ഞാലും ശരി, പറയുന്നത് എന്താണ് അതിനാണ് പ്രസക്തി, പറയുന്നത് ആരാണ് എന്നതിനല്ല.